ഇവിടെ നമ്മൾ ചെയ്തെടുത്ത ഈ മെറ്റൽ സ്റ്റെയർ കേസ് സിംഗിൾ സ്ട്രിങ് ആയിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. സിംഗിൾ സ്ട്രിങ് എന്ന് പറയുമ്പോൾ സെൻട്രലിലൂടെ ഒരു ഒറ്റ പൈപ്പ് മാത്രം കൊടുത്തിട്ട് ചെയ്യുന്ന മോഡലിനെയാണ് നമ്മൾ സിംഗിൾ സ്ട്രിങ് മെറ്റൽ സ്റ്റെയർ കേസ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ വെച്ചിരിക്കുന്ന ട്യൂബ് എന്ന് പറയുന്നത് 5x5 സൈസിൽ വരുന്ന MS-ന്റെ ട്യൂബും സ്റ്റെപ്പിന് വേണ്ടിയിട്ട് 10 mm പ്ലേറ്റുമാണ് വെച്ചിട്ടുള്ളത്. 10 mm തിക്നെസ്സിലുള്ള MS-ന്റെ പ്ലേറ്റ്. ഈ പ്ലേറ്റ് ഇവിടെ നമ്മളിപ്പോൾ വുഡ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വുഡ് മഹാഗണി വുഡാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൻ്റെ കനം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10 mm ആണ്. ഇതിന് നമ്മൾ വുഡ് സ്ക്രൂ ചെയ്യാനായിട്ടുള്ള ഹോൾസ് കാര്യങ്ങളെല്ലാം പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് രീതിയിൽ എങ്ങനെ വുഡ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് ഈ പ്ലേറ്റിൻ്റെ തിക്നെസ് ഈ വുഡിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വുഡ് പതിച്ച് വെക്കാം. അതായത് പ്ലേറ്റിൻ്റെ തിക്നെസ് കട്ട് ചെയ്തെടുത്തിട്ട് വുഡ് അതിൽ താഴ്ത്തി പതിച്ച് വെച്ച് കഴിഞ്ഞാൽ സൈഡിൽ നിന്ന് നമുക്ക് മെറ്റലിൻ്റെ പ്ലേറ്റ് സൈഡിൽ നിന്ന് വിസിബിൾ ആവില്ല, താഴെ നിന്ന് വിസിബിൾ ആവും. ആ രീതിയിലും വെക്കാം. അപ്പോൾ നമ്മൾ കറക്റ്റ് ലെവൽ ഇതേപോലെ കറക്റ്റ് ലെവലായിരിക്കും. ഓക്കെ, മുകളിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു ടൈപ്പ് എന്ന് പറയുന്നത് സൈഡിൽ നിന്ന് നമുക്ക് മെറ്റൽ പ്ലേറ്റ് വിസിബിൾ ആവുന്നുള്ളതാണ്. അത്തരത്തിൽ കൊടുക്കാൻ നമുക്ക് ഒരു 1.25 ഇഞ്ച് തിക്നെസ്സിലുള്ള വുഡ് മതിയെങ്കിൽ നമുക്ക് വുഡിന് അകത്ത് പ്ലേറ്റ് ഇറക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു 1.5 ഇഞ്ച് തിക്നെസ്സിലുള്ള വുഡ് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇവിടെ നമ്മളിപ്പോൾ ഗ്ലാസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്ലാസിൻ്റെ മെഷർമെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ ടെംപ്ലേറ്റ് വർക്ക് എന്നൊക്കെ പറയും.